ലാഭവും നഷ്ടവും ഉണ്ടായ ഒരു വർഷമാണ്. കാരണം നമ്മുടെ ഈ വർഷത്തിലാണ് 2 ലോഡ് ഏപ്രിലും ജൂലൈയിലായിട്ട് നമുക്ക് 2 ലോഡ് നഷ്ടമായത്. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയിട്ട് നമ്മൾ കസ്റ്റമറുടെ ഓർഡർ പ്രകാരം നമ്മൾ ഒരുവിധ ലോഡ് എത്തിച്ച് മാക്സിമം കസ്റ്റമർക്ക് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ കൂടുതലുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്ക് തന്നെ വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞ 2 ലോഡ് പോയിട്ടുണ്ടായിരുന്നു, 10-25 ലക്ഷം അതിൽ കൂടുതൽ നഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് വീണ്ടും തിരിച്ചു എത്തി അല്ലേ. അന്നേരം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് 2025 ലാസ്റ്റ് ലോഡാണ് ഇന്നിപ്പം വന്നിരിക്കുന്നത് അല്ലേ. കൊണ്ടുപോയി കൊടുത്ത ആൾക്കാർ തന്നെ ഒത്തിരി പേര് വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ വന്ന് അതിൽ അല്ല അവരിലൂടെ മറ്റ് കസ്റ്റമർ അവരുടെ അടുത്തുള്ള ഒത്തിരി പേര് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലോഡ് ഇല്ലാത്ത ആ ഒരു പ്രശ്നമുള്ള സമയത്ത് തന്നെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തുടക്കം കാലം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, അന്ന് മുതൽ തെക്കൻ കേരള ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഒത്തിരി ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് 1-2 പോത്തിനൊക്കെ എടുക്കാൻ വരുന്നുണ്ടായിരുന്നു ഭാഗത്തു നിന്നൊക്കെ. പിന്നെ അന്നേരമൊക്കെ ആൾക്കാർക്ക് വണ്ടിക്കൂലി കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അന്നേരം പറയുന്ന നിങ്ങളൊരു തെക്കൻ കേരളത്തിലൊരു ബ്രാഞ്ച് ആരംഭിക്കുക എന്നുള്ള കാര്യം ആരംഭിച്ചല്ലേ. നമ്മള് കഴിഞ്ഞ മാസം നമ്മുടെ കൊല്ലത്ത് 2 ലോഡ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഹാപ്പിയാണ്. ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ കച്ചവടം കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കാരണം ഇതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെ നമ്മളവിടെ കൊടുക്കുന്നത് അല്ലേ. ഇപ്പൊ ഒരു സീസൺ അല്ലാത്തൊരു സമയമായിരുന്നിട്ട് പോലും നമുക്ക് കുട്ടികൾ ഇറങ്ങി കച്ചവടം നടക്കുന്നുണ്ട്. നമുക്ക് ആ ലോഡുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പം റീചേട്ടൻ പറഞ്ഞു 50ഓളം പോത്തുകൂടികൾ ചെറുതും വലുതായിട്ട് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ. പിന്നെ ഇപ്പൊ ഒരു തിങ്കള ഇടദിവസമാണ്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് പിന്നെ വെക്കേഷൻ അല്ലേ, നിൽക്കുകയാണ്. അപ്പൊ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. നമുക്ക് കറക്റ്റ് ഡേറ്റ് ഏത് ലോഡ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വഴിയിലത്തെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റ് തിങ്കളാഴ്ച എന്നുള്ള പറയാഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ ആഴ്ചയിൽ എപ്പോൾ വേണം വരും. നമുക്ക് കുട്ടികളുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്ത വർഷം ഇട്ടതുള്ളൂ. ഇനിയിപ്പോ അടുത്ത വർഷം ലോഡുള്ളൂ. ഈ വർഷത്തെ എല്ലാവരും ഉള്ള സഹകരണം അടുത്ത വർഷത്തിലും ഉറപ്പായിട്ട്